ഞാൻ വിശ്വസിക്കുന്നില്ല. സുഗുണ, ഞാൻ പറഞ്ഞത് സത്യമാണടാ. നടി മൃണാളിനെ പാർക്കി വെച്ച് നിന്റെ രംഗത്ത് കിടന്നുറങ്ങിയെന്നോ? അതിന് തെളിവുണ്ടോ? തെളിവുണ്ടല്ലോ. അവരുടെ പലങ്കുല പോലത്തെ മുടി എന്റെ ഷർട്ടിന്റെ ബട്ടണിൽ ഇങ്ങനെ തൂങ്ങി കിടന്നു. ആണോ? എന്നാ മുടി ഒന്ന് കാണിച്ചേ. മുടി കൊണ്ട് കാണിക്കാനാ? മുടി കൊണ്ട് കാണിച്ചാ നീ എനിക്ക് എന്തോ തരും? മുടി കൊണ്ട് കാണിച്ചാൽ ഞാൻ 100 രൂപ നിനക്ക് തരും. മുടി കൊണ്ട് കാണിച്ചാൽ നീ എനിക്ക് 100 രൂപ തരുമോ? ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് 100 രൂപ തരും. ഉറപ്പല്ലേ? ശരി, 2 മണിക്കൂറിന് ഞാൻ മുടി കൊണ്ട് കാണിച്ചിരിക്കും. പക്ഷെ വേറെ ഒരു കാര്യം, വേറെ പെണ്ണുങ്ങളുടെ മുടി കൊണ്ട് കാണിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കോളനി മൃണാളിക്ക് മാത്രമേ, അവൾക്ക് മാത്രമാണ് ഈ നീളമുള്ള മുടി. ഇനി ഇപ്പൊ എങ്ങനെ അവരുടെ മുടിയെടുക്കും? അവരോട് നേരിട്ട് ചോദിച്ചാലോ? ചിലപ്പോ അവര് തല്ലി. രോഹിത്തേ, പിന്നീട് കളിക്കാം, ഒന്നിങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറയണം. എല്ലാം കൂടെ കയറി ഒരു രഹസ്യം പറഞ്ഞോട്ടെ. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്തു തരാവോടാ? എന്താ ഏട്ടാ? അതെ, ഇവിടത്തെ ചേച്ചിയുടെ ഒരു മുടി മേടിച്ചു തരാവോ? എന്താ ചേട്ടന് വട്ടാണോ? മുടി ഒരു മരുന്നിനാടാ. എന്തു മരുന്ന്? അത് ഞാൻ പിന്നെ പറയാം. ഒരു മുടി മേടിച്ചു തന്നാ നിനക്ക് ഞാൻ 10 രൂപ തരും. 10 രൂപയോ? എന്നാ ഞാൻ മേടിച്ചുതരാം. ചേട്ടനിത് പിടിച്ചേ. വാടാ, എല്ലാരും ദൈവമേ. ഒരു മുടിക്ക് 10 രൂപ. ഇത് ചേച്ചിന്റെ മുടിയാ. ഇത് എണ്ണി നോക്കിട്ട് എന്റെ കാശാ. അയ്യോ, അത് വിഗായിരുന്നോ? എന്തൊക്കെ പദ്ധതി ഇട്ടിരുന്നോ? നാശത്തിന് സ്റ്റാർട്ട് ആവാതിരിക്കാൻ കണ്ട സമയം. ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ല. എന്തൊക്കെ പദ്ധതി ഇട്ടാന്നറിയോ? സിനിമ കാണണം, പാർക്കിൽ പോണം, പിന്നെ ബ്യൂട്ടി പാർലറിൽ പോണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഇതൊന്നും നടക്കില്ല. ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഒന്ന് കൈവച്ച് ഒന്ന് തള്ളിത്തരോ? ഞാൻ ഒന്ന് കൈവച്ച് ഒന്ന് തള്ളിത്തരാം. ജൂലി കേറിക്കോ. കള്ളൻ. ഞാൻ തള്ളി പോവത്തേ ഉള്ളൂ ഇങ്ങനെ തോണ്ടിയാല്. പോട്ടെ 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 പോട്ടെ. ഇന്നെവിടെയൊക്കെ പോണെന്നാ പറഞ്ഞത്? ബ്യൂട്ടി പാർലർ, പാർക്കില്, പിന്നെ സിനിമയ്ക്ക്, ബീച്ചില്, പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം. അത്ര പരിപാടിയുള്ളൂ. അവളുടെ കൂടെ എനിക്ക് ഓസിനെ ചുറ്റി അടിക്കാം. ഇപ്പൊ 1 കിലോമീറ്റർ കഴിഞ്ഞു കാണുമല്ലേ? ഒന്നൊന്നുമല്ല, 2 കിലോമീറ്റർ ആയി. ജൂലിയെ നോക്കി തള്ളുന്നത് കൊണ്ട് കിലോമീറ്റർ പോകുന്നത് അറിയുന്നേ. ഈ ലോണിന്റെ ഒരു കാര്യം അതെന്തായാലും വേണ്ടൂല. റെഡി ആവുന്നത് വരെ ഞാൻ തള്ളും. അയ്യോ, ഇപ്പൊ എങ്ങോട്ടാ? നമുക്ക് ബീച്ചിലും പാർക്കിലും ഒക്കെ പോണ്ടേ? ഞാനൊരു കമ്പനി തരാം. എന്റെ ബോയ് ഫ്രണ്ട് ബാക്കിൽ കിടന്ന് ഉറങ്ങുക. ശബ്ദം ഉണ്ടാക്കി ഉണർത്തല്ലേ? അപ്പൊ ലോണ പോയിട്ട് വരട്ടെ. ബൈ. കാറ് തള്ള ഞാനും കറങ്ങി നടക്കാൻ കണ്ടവന്മാരും. ചന്ദ്രിക കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ എന്താ മോനയച്ച പ്രശ്നം? ആ ഷാപ്പിലിട്ട് മത്തായി എന്നെ തല്ലി. ഞാൻ വഴിവാൾ വാസനും കൊട്ടേഷൻ കുട്ടപ്പിനും കൊട്ടേഷൻ കൊടുക്കാൻ പോവാ. ഇന്ന് അവനോട്ടൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. മോനായിച്ചേട്ടാ, നമ്മൾ ആരും തിരിച്ച് തല്ലരുത്. എല്ലാരും സ്നേഹിക്കണം. അപ്പൊ ആരും നമ്മളെ തല്ലത്തില്ല. എന്നിട്ട് നീ ലൗലിയെ സ്നേഹിച്ചാണല്ലോ നിന്റെ നാട്ടുകാർ തല്ലി. ആ സ്നേഹം വേറെ. സ്നേഹം ആരും തരത്തില്ല. നമ്മൾ പിടിച്ചു മേടിക്കണം. ഇത് കേട്ടോ, എന്നാലും എന്റെ ഷർട്ടിലെ കൈയാവും വലിച്ചീറിക്കാൻ. മോനായിച്ചേട്ടാ, മോനായിച്ചേട്ടൻ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചതിനല്ലേ അവൻ തല്ലിയത്? ഇത് 100 രൂപയുണ്ട്. ഇതിനൊരു പൈന്റ് മേടിച്ച് നിങ്ങൾ 2 പേരും കൂടെ അടിക്കണം. എന്നിട്ട് ആ സ്നേഹം മത്തായിന്ന് പിടിച്ചു മേടിക്കും. കുളിരിനോ ചേട്ടന് ഓടക്കുഴൽ വായിക്കാൻ അറിയില്ലേ? പിന്നെ ഞാൻ അതും കൊണ്ടല്ലേ നടക്കുന്നത്. ഏത് രാഗത്തിൽ വേണം? അടിപൊളി, സൂപ്പർ. ഞാൻ ഗിറ്റാർ വായിച്ചു പാടുന്നതാണോ ഓടക്കുഴൽ വായിക്കുന്നതാണോ കുട്ടിക്ക് ഇഷ്ടം? അതെ, ഓടക്കുഴൽ വായിക്കുന്നതാ ഇഷ്ടം. ആഹാ, അതെന്താ? അതാവുമ്പോ ഏതെങ്കിലും ഒന്ന് സഹിച്ചാ പോരെ.
Bloody fool. നീ എന്നെ പിന്നെന്തല്ലേ അല്ലടാ? എന്താ മത്തായി എന്നെ തല്ലിയടാ. ഇത് കേട്ടോ, എന്റെ ഷർട്ടിന്റെ കൈ വലിച്ചു കയറി. അയ്യോ അതെന്തിനാ മോനായി? നിനക്ക് സ്നേഹിക്കാൻ വേണ്ടി പൈന്റിന്റെ കാശും തന്നല്ലേ ഞാൻ വിട്ടത്? ഞങ്ങൾ അവിടെ ചെന്നൊരു പൈന്റ് വാങ്ങി, അതടിച്ച് തീർത്ത് ഞാൻ അവന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ തുടങ്ങിയതാ. പിന്നെന്തിനാ മറ്റേ കൈയും കൂടെ അവൻ വലിച്ചു കയറിയത്? ഒരു പൈന്റ് അടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ആയില്ല. അതുകൊണ്ട് ഒരു പൈന്റ് കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് എന്റെ ഷർട്ടിന്റെ ബാക്കി ഉണ്ടായിരുന്ന കൈയും വലിച്ചു കയറി നിലത്തിട്ട് ചവിട്ടി. കാശുണ്ടോ ഒരു 100 രൂപ? എന്തിനാ? അല്ല, അവന്റെ കുറച്ച് സ്നേഹം കൂടെ പിടിച്ചു വാങ്ങിക്കാനുണ്ടായിരുന്നേ. എന്റെ ഇനി കാശില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് സ്നേഹം പിടിച്ചു വാങ്ങിക്കണം. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് സ്നേഹം പിടിച്ചു വാങ്ങണം. ശരി, അപ്പൊ പിടിച്ചു വാങ്ങാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ സ്നേഹം അടിച്ചു വാങ്ങിച്ചോളാം കേട്ടോ. അപ്പൊ ഓക്കെ. സമാധാനായത് എടോ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആരെങ്കിലും അറിയോ? എന്താ കാര്യം? എടോ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 1000 രൂപ വേണോടോ പോയി. അതിങ്ങി പിന്നെ ഇത് തരാം. ഞങ്ങളെ പലിശക്ക് എടുത്തോണ്ട് വന്നിരിക്കുന്ന. എനിക്കും പലിശയ്ക്ക് മതിയടോ പോയി. ഞങ്ങൾ അയാളുടെ കാല് തിരികെ പിന്നെ ഈ കാശ് കിട്ടിയ അറിയാമോ? എനിക്കൊരിടം തീരുമാനമൊന്നും വയ്യ. പലിശ വേണേ കൊടുക്കാം. ആരാന്ന് വെച്ചാൽ ആളെ പറഞ്ഞ. നമ്മുടെ ഫൽഗുനൻ ചേട്ടൻ. ഫൽഗുനനോ? പലിശക്ക് പൈസ കൊടുക്കുന്നേ. അതെവിടെടാ വീട്? സെമിത്തേരി മുക്കി ചെന്ന് ഏത് കൊച്ചുകുട്ടിനോട് ചോദിച്ചാലും മതി, ഫൽഗുനൻ ചേട്ടന്റെ വീട് പറഞ്ഞു തരും. സെമിത്തേരി മുക്ക്? അവിടെ ചെന്ന് ചോദിച്ചാൽ മതി. തന്നോടോ പോയി. പിന്നെ യാതൊരു പണിയില്ലാതെ തേരാപ്പാര അടക്കുന്ന ഞങ്ങൾക്ക് കാശ്, പിന്നെ നിനക്ക് തരാതിരിക്കോ? പുള്ളിക്ക് പരിചയമൊന്നും വേണ്ട, പുള്ളിക്ക് പലിശ കിട്ടിയാ മതി. എന്റെ നാമ്പം കിട്ടുകയും അനിയ സെമിത്തേരി മുക്കുതാണോ? ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഫൽഗുനൻ ചേട്ടന്റെ വീടറിയോ? അറിയാം. ഒന്ന് കാണിച്ചു തരാവോ? ഇവിടെ അടുത്താണോ? പിന്നെ ഒന്ന് വരാവോ? എങ്ങോട്ടാ? നേരെ. ഇനി എങ്ങോട്ടാ? അങ്ങോട്ട്. അങ്ങോട്ടാണോ? ഇനി എത്തില്ലയോടാ? കുറെ നേരം ആയല്ലോ കറങ്ങുന്നു. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഇതിലെയോ? എടാ 10-15 കിലോമീറ്റർ ആയല്ലോ, ഇതുവരെ എത്തിയില്ലേ? ഇനി ആ വളവും കൂടെ തിരിഞ്ഞാ മതി. ആ വളവില്ല. വീടെത്തി. കിലോമീറ്റർ കുറെ ഓടിയാലെന്ത്, പെട്ടെന്ന് വീട് കണ്ടുപിടിച്ചല്ലോ. ഇതാണല്ലേ ഫൽഗുനൻ ചേട്ടന്റെ വീട്? ഇത് ഫൽഗുനൻ ചേട്ടന്റെ വീടല്ല, ഇത് എന്റെ വീടാ. അപ്പൊ ഫൽഗുനൻ ചേട്ടന്റെ വീടോ? എന്നെ സ്കൂട്ടർ കയറ്റിയില്ലേ സെമിത്തേരി മുക്കില്, തൊട്ടപ്പുറത്തെ വീടാ. ആ മഞ്ഞ പെയിന്റ് അടിച്ച വീടോ? ബൈ ടാറ്റാ, താങ്ക് യുടാ. ഹായ് ചേട്ടായിയേ. എന്താണ് രാവിലെ മോന് ഞാൻ ചേട്ടായിയെ നോക്കിയിരിക്കുക. എനിക്ക് അത്യാവശ്യമായിട്ടൊരു 1000 രൂപ വേണം. പലിശ എത്രയായാലും കുഴപ്പമില്ല. എന്റെ പൊന്നു ലോലോ, ഞാൻ പലരോടും കടം മേടിച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. എന്തുറപ്പ് തരും? എടാ ചെക്കോ? അതല്ല, ചെക്ക് ലീഫോ ആധാരോ അങ്ങനെ വല്ല ഉണ്ടാ തരാൻ? പൈസ ഞാൻ അപ്പം തരും. 1000 രൂപയ്ക്ക് എന്തോ ഉറപ്പ് തരാനാ ചേട്ടായി? പിന്നെ അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിൽ പിറന്ന സൽസ്വഭാവിയും സത്യസന്ധനുമായ ചെറുപ്പക്കാരനെ 1000 രൂപ കൊടുത്തൂടെ? മതി. ആ അന്തസ്സും ആഭിജാത്യവും സത്യസന്ധനുമായ ചെറുപ്പക്കാരന് നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് നീ വിട്. ഞാൻ കാശ് അവന് കൊടുത്തോളാം. വല്ല പണിക്കുമ്പോൾ. അപ്പൊ ഈ പറഞ്ഞതൊന്നും എന്റേതല്ലേ? ലോൺ എന്നോട് മിണ്ടണ്ട. എന്നെ സർക്കസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്നെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയോ? സാം ഇന്നലെ ലീനയെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയി. രാജേഷ് ഇന്നലെ ജയ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയി. എന്നെ സർക്കസ് കാണിക്കാൻ മാത്രം ആരുമില്ല. നിന്നെ സർക്കസ് കാണിച്ചു തരാൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സർക്കസ് കൊള്ളുകയല്ല. അവിടെ മൃഗങ്ങളൊന്നുമില്ല, ഒക്കെ സെൻസർ ചെയ്തു. പിന്നെ എനിക്ക് നന്നായിട്ട് സർക്കസ് കളിക്കാൻ അറിയാം. ഞാൻ ഇന്നലെ ഒരു സർക്കസ് കളിച്ചു, കണ്ടില്ലല്ലോ? ഞാനേ ഇന്നലെ നമ്മുടെ ഗ്രേസിയുടെ വീട്ടിൽ ഗ്രേസിയെ കാണാൻ പോയി. അല്ല, ഗ്രേസി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഗ്രേസിയുടെ വീട്ടിന്റെ അടുത്തുള്ള മരത്തിന്റെ മണ്ടയിൽ കയറിയിരുന്നു. അപ്പൊ വഴിക്ക് തലകുത്തി കറങ്ങി 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 പുതക്കോളം താഴെ വന്ന് വീണു. അപ്പൊ ഗ്രേസിയുടെ അപ്പൻ ചോദിക്കുവാ, നീ എന്നതാടാ ഇവിടെ കിടന്ന് സർക്കസ് കളിക്കുന്നതെന്ന്. അപ്പൻ പേടിച്ചു പോയി. അപ്പൊ ഇന്നലെ വന്നെങ്കിൽ കാണാമായിരുന്നില്ലേ? കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലേ അത് പറഞ്ഞാ മതി, ഞാൻ പോവാ. എങ്ങോട്ടാ? എന്റെ വീട്ടിലേക്ക്. ചെല്ല് ചെല്ല്, അവിടെ ആവുമ്പോ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ. ഇവിടെ ഇരിക്കുകയാണോ? അതെന്റെ ഫ്രണ്ടാ. ആണോ? കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ? അതെന്താ? അവക്ക് കൊരങ്ങനെ കാണണമെന്ന് പറഞ്ഞു ഒരേ വാശി. ആണോ? എന്നിട്ട് കാണിച്ചോ? താൻ ഇപ്പോഴല്ലേ കയറി വരുന്നേ കൊരങ്ങൻ? അത് പോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ
കൊതിയൻ എന്നാ. ഇതല്ല നീ എങ്ങനെ ഈ പെണ്ണുങ്ങളെയൊക്കെ വല വീഴ്ത്തുന്നത് ഒന്ന് പറഞ്ഞു തരൂ. അതിനിച്ചിരി കഴിവൊക്കെ വേണം. ആണോ? ഒന്നാമത്തത് സൗന്ദര്യം വേണം, രണ്ടാമത്തത് പാട്ടറിയണം, പിന്നെ കവിത അറിയണം, പാടാനറിയണം. ചുരുക്കി പറഞ്ഞ ഒരു സർവകലാശാലകനായിരിക്കണം. സർവകലാശാലകനല്ല, സർവകലാ ബല്ലവൻ. ശരി, അതറിയാല്ലേ. എന്നാ പിന്നെ നിന്നെ ഞാൻ പ്രേമത്തിന്റെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരാം. അടിപൊളി, കാണിച്ചോ? അടിപൊളി ചെയ്തോ. മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മനസ്സിന്റെ പന്തലിലെ വിരുമുകാരി. ഓ ഏറ്റില്ല, പാട്ടേറ്റില്ല, സാഹിത്യമാവാം. ആയിരം ആയിരം സ്വപ്നമന്താരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂവാടിയാണു നീ. ഒരു ഓമൽ കവിത പോലെ, സുന്ദര സ്വപ്നം പോലെ, അഞ്ചന ശില്പം പോലെയാണ്. എവിടെയെങ്കിലും വന്നിരുന്ന വായി നോക്കാൻ വായി നോക്കി. ലോലോ, അപ്പൊ ഇതാണല്ലേ പാഠം ഒന്ന്. ഹായ് ചിന്നു. ഹായ് ലോണ്ണ. ഞാനും വരുന്നു. ചിന്നു അങ്ങോട്ടാ? ഞാനേ മാർക്കറ്റിൽ നിന്ന് അരി സാധനങ്ങളും മേടിച്ച് വീട്ടിലെത്തിക്കണം. അതിന്റെ ഇടയ്ക്ക് എന്റെ കൂട്ടുകാരിയുടെ ഫോൺ. അവള് പനി പിടിച്ച ആശുപത്രിയില്ല. ലോണിനെ കണ്ടത് നന്നായി. ഈ അരി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിക്കോ. എന്ത് സാധനം? അരി സാധനം. എന്തൊക്കെ വാങ്ങണ്ടേ? ഇന്ന ലിസ്റ്റ്. ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിച്ച എനിക്ക് എന്തോ തരും? ലോണിന് എന്ത് ചോദിച്ചാലും ഞാൻ തരും. എന്ത് ചോദിച്ചാലും തരുവോ? തരും. എങ്കിൽ ചാവൂ തരുവോ? ചാവോ? അതെന്ത് സാധനം? ഈ ബുദ്ധൂസിനൊന്നും അറിയില്ല. ഗേൾസ് ബോയ്സിനോട് ചോദിക്കാറുള്ളതാ. ചാവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ക്ലൂതാ. ഒരു ക്ലൂ തരാം. ചക്കര. ബാക്കി ചിന്നു ഊഹിച്ചെടുത്തോ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് പറയാനാണല്ലേ ഇത്ര വളച്ചു കിട്ടിയത്. ലോണിന് ഈ സാധനമൊക്കെ മേടിച്ചു കൊടുത്താ ഉറപ്പായിട്ടും ഞാൻ ലോണിന് പറഞ്ഞ സാധനം തരും. എന്നാ റെഡി. ഞാൻ ഇപ്പൊ തന്നെ സാധനങ്ങൾ മേടിച്ച് വീട്ടിലെത്തും. ചൂടോടെ വെച്ചേക്ക്. ബൈ. ലിസ്റ്റിലുള്ള മുഴുവൻ സാധനവും ഉണ്ട്. ലോണിനോട് ആരാ പറഞ്ഞത് ഇതൊക്കെ ചുമന്നോണ്ട് നടന്നു വരാനായിട്ട്? ഓട്ടോയ്ക്ക് വന്നുകൂടായിരുന്നോ? ലിസ്റ്റിലുള്ള സാധനം മുഴുവൻ വാങ്ങിക്കഴിഞ്ഞപ്പോ ഓട്ടോയ്ക്കുള്ള കാശില്ലാണ്ടായി. പിന്നെ ചിന്നുവിന്റെ ആ കിട്ടാനുള്ള ആവേശത്തിൽ ഞാൻ ഇങ്ങ് നടന്നു. ഒരു മിനിറ്റ് കേട്ടോ, ഞാനിപ്പോ വരാം. മതി. ഇനിയിപ്പോ വൈകാതെ തന്നെ ചിന്നുവിന്റെ ഒരു ചക്കര ഉമ്മ കിട്ടും. എത്ര കാലം കൊണ്ട് ഞാൻ കൊതിക്കുന്നതാ. ലോണ ഒന്ന് കണ്ണു നടച്ചു. ലോണിലല്ലേ എന്നോട് ചാവ് വേണോന്ന് പറഞ്ഞത്? അത് ചക്കര ഉണ്ടയുടെ കാര്യല്ലേ?